ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു പൊടിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ഇനിയിപ്പോൾ കർക്കിടക മാസമൊക്കെയാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന നല്ലൊരു കർക്കിടക പൊടിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് എള്ളാണ്. അപ്പോൾ ഞാൻ അര കപ്പ് അളവിൽ എള്ള് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി അതിലുള്ള വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിരിക്കുന്നതാണ്. എന്നിട്ട് നമുക്കൊരു പാനിലിട്ടിട്ട് ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് വറുത്തെടുക്കേണ്ട കാര്യമില്ല, അത് കരിഞ്ഞ പോലെ ആയിരിക്കും, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഉടനെ തന്നെ മാറ്റണം കേട്ടോ. എന്നിട്ട് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി സെയിം പാനിലേക്ക് തന്നെ ഞാൻ ഒരു അര കപ്പ് അളവിൽ ബദാമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് നമുക്ക് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് വിണ്ട് വരണം, അതിൻ്റെ തൊലി ജസ്റ്റ് ഒന്ന് വിട്ട് കിട്ടണം. എന്നിട്ട് അത് നമുക്ക് മാറ്റാം. ഇനി ഞാനതിലേക്ക് എടുക്കുന്നത് നമ്മുടെ അണ്ടിപ്പരിപ്പാണ്. അതും ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് അളവിൽ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് നടുകൊന്ന് പൊട്ടിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് അങ്ങോട്ട് കളർ ചേഞ്ച് ആവണ്ട, ഈ രീതിയിലായാൽ മതി. ഇനി നമുക്ക് വേണ്ടത് പൊട്ടുകടലയാണ്. അപ്പോൾ അതും ഞാനൊരു 1/4 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പൊട്ടുകടല നമ്മുടെ വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കടല ഉണ്ടല്ലോ, നമ്മൾ സാധാരണ കറിയൊക്കെ വയ്ക്കുന്ന കടല, അതായാലും മതി. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വേണ്ടത് മുതിരയാണ്. മുതിരയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് കേട്ടോ. ഇതിൽ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിനും അതിൻ്റേതായ ഒരുപാട് തരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ്. അപ്പോൾ മുതിരയൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഇത് ഞാനൊരു 1/4 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. അതും നന്നായിട്ട് കഴുകി അതിലുള്ള വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതേ രീതിയിൽ ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വരണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടൊന്ന് കടിച്ച് നോക്കുമ്പോൾ ഒന്ന് പൊട്ടി വരണം. ആ ഒരു രീതിയിലാവുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് ഉടനെ തന്നെ മാറ്റാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് റാഗിയാണ്, നമ്മുടെ ചോളാണ്ടിയാണ്. ഇത് ഞാൻ നന്നായിട്ട് കഴുകി വെയിലത്തിട്ട് ഉണക്കി സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. അതും ഞാനൊരു 1/4 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുപോലെ തന്നെ തുടരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ഈ ഒരു രീതിയിൽ പൊട്ടി വരുമ്പോൾ നമുക്കിത് ഉടനെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇനി ഞാൻ എടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ ഉഴുന്നാണ് കേട്ടോ. നമ്മൾ സാധാരണ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. അതും നമുക്കൊരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കളറൊന്നും ഒരുപാട് ചേഞ്ച് ആവണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് അതൊന്ന് പൊട്ടി വരണം. ഈ ഒരു കളറിലാവുമ്പോൾ നമുക്കിതൊന്ന് മാറ്റാം. ഇപ്പോൾ നമുക്ക് ബ്ലാക്ക് ഉഴുന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കുകയാണെങ്കിലും നല്ലതാണ്. ഇനി ഞാൻ എടുക്കുന്നത് ഉലുവയാണ്. ഉലുവയും ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉലുവയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. നമുക്ക് നടുവേദനയ്ക്ക്, അതുപോലെ തന്നെ സന്ധികളുടെ, പേശികളുടെ അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് വേദനകൾക്ക് നമുക്ക് ഫലപ്രദമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു കളറിലാവുന്നത് വരെയാണ് നമ്മളിതൊന്ന് വറുത്തെടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇനി അതേ അളവിൽ തന്നെ നമ്മളൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ഞാൻ ചെറിയ ജീരകം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. നമ്മൾ കർക്കിടക മാസത്തിലൊക്കെ പ്രത്യേകിച്ച് കഴിക്കേണ്ടതാണ്. അപ്പോൾ കർക്കിടക മാസത്തിൽ അല്ലെങ്കിൽ പോലും നമുക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ അവിലാണ്. അപ്പോൾ മട്ട അവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മളൊന്ന് പിടിച്ച് നോക്കുമ്പോൾ ഒന്ന് പൊടിഞ്ഞ് വരുന്ന രീതിയിലാവുന്നവരെയാണ് വറുത്തെടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് നമുക്ക് റോസ്റ്റഡ് അവിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതിയായിരിക്കും. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വറുത്തെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളിവിടെ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് ആദ്യം നമ്മുടെ ഉലുവ, റാഗി, ഉഴുന്ന്, ചെറിയ ജീരകം, മുതിര, പൊട്ടുകടല ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ പൊടിച്ചെടുക്കാൻ എടുക്കുമ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ നനവുണ്ടാവാനായിട്ട് പാടില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ പാത്രത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലോ ഒന്നും തന്നെ ഒട്ടും തന്നെ നനവുണ്ടാവരുത്. നനവുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു പൊടി പൂത്ത് പോവുകയും കേടാവുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് നല്ല ഫൈനായിട്ട് തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ തൊട്ട് നോക്കുമ്പോൾ നല്ല ഫൈനായിട്ട് ഒട്ടും തന്നെ തരികളില്ലാതെ വേണം നമ്മളതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. ഉലുവയുടെയൊക്കെ അത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം, അല്ലെങ്കിൽ നമുക്കതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോൾ നമുക്കതത്ര സുഖമായിട്ട് തോന്നില്ല. ഇനി നമ്മുടെ ഈ ഒരു അവിലും നമുക്ക് നല്ല പോലെ ഒന്ന് പൊടിച്ചിട്ട്
എടുക്കണം കേട്ടോ. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ അത് നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ എള്ളാണ് പൊടിച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണ്ട, ചെറിയൊരു തരിതരിപ്പായിട്ടുള്ള രീതിയിൽ വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമ്മളിത് പൊടിച്ചെടുക്കേണ്ടത്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് കടിക്കാൻ കിട്ടണം. അതൊരു പ്രത്യേക ടേസ്റ്റ് കൂടിയാണ് അങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ. ഇനി ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമാണ് നമ്മുടെ ഈ ഒരു നട്ട്സൊക്കെ നമ്മൾ പൊടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബദാമും അതുപോലെ തന്നെ നമ്മുടെ കാഷ്യൂനട്ടും ഒക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ നിലക്കടലയാണ്, നമ്മൾ സാധാരണ നിലക്കടലയാണ്. അത് ഞാൻ ഇവിടെ നേരത്തെ തന്നെ വറുത്ത് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ അത് വറക്കുന്നത് കാണിക്കാതിരുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ ഒരു അരക്കപ്പളവിൽ തന്നെ ഇതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക മാത്രമേ ചെയ്യേണ്ടുള്ളൂ. അങ്ങനെ ഒരുപാട് ഫൈനായിട്ട് പൊടിഞ്ഞു പോവണ്ട, ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുന്ന രീതിയിൽ ചെറിയ ചെറിയ പീസുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരുന്നോട്ടെ. അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് ഞാനിത് പൊടിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ഈ രീതിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ചിലതൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ വലിയ പീസുകളൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. അതൊക്കെ നമുക്കതങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. ഇനി നമുക്ക് ഈ ഒരു ചേരുവകളെല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെയാണോ ഓരോന്ന് 2-3 പ്രാവശ്യമൊക്കെ ആയിട്ടാണ് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളത് നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം. എല്ലായിടത്തും ഒരേപോലെ നമ്മുടെ ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ആവണം. ആ ഒരു രീതിയിൽ നമ്മളിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ അതാ നല്ല പോലെ തന്നെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ ഇതേപോലെ ഏതെങ്കിലും ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് മൂടി വെച്ചിട്ട്, ഇപ്പോൾ ഇത് പൊടിച്ചെടുക്കുമ്പോൾ ഒക്കെ ചൂടായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഇതേപോലെ ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് നാൾ നമുക്ക് 1 മാസത്തിലേറെയൊക്കെ തന്നെ ഈ ഒരു രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കേടുകൂടാതെ തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് കർക്കിടക മാസം മുഴുവനായിട്ട് തന്നെ നമുക്കത് അവിടെ ഇരിക്കും. ഇനി നമ്മളിത് എങ്ങനെയാണ് കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഒരു ദിവസം നമുക്ക് ഒരാൾക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഈ ഒരു പൊടി നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള മെമ്പേഴ്സിനനുസരിച്ച് നമ്മൾ പൊടിയെടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരകിയതാണ് ചേർക്കുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചൊക്കെ നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര ചിരകിയത് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതേപോലെ പൊടിയായി എടുത്തത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ രാവിലെയും വൈകുന്നേരവും ഓരോ സ്പൂണ് വീതം നമുക്കിത് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മധുരവും അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയും കൂടി ആഡ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ഒട്ടുമിക്ക ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമാണ്. അപ്പോൾ കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞിയൊക്കെ കഴിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല, നമുക്ക് എല്ലാ ദിവസവും എടുത്ത് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.